ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ നിങ്ങൾ എത്ര നല്ല വീഡിയോ ഉണ്ടാക്കിയാലും അതിന് നല്ലൊരു തംബ്നെയിൽ ഇല്ലെങ്കിൽ വ്യൂസ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. യൂട്യൂബ് ഇപ്പോൾ തംബ്നെയിലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. യൂട്യൂബിൽ ഓഡിയൻസിന്റെ ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളെക്കാൾ ആദ്യം പോകുന്നത് തംബ്നെയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണണോ വേണ്ടയോ എന്ന് ഓഡിയൻസ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു നല്ല തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാം, അതിലൂടെ CTR എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നീ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം. CTR ഒരിക്കൽ വർദ്ധിച്ചാൽ നിങ്ങളുടെ വീഡിയോയുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ വ്യൂസ് തീർച്ചയായും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. തംബ്നെയിൽ ഇത്രയും പ്രാധാന്യമാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആദ്യം ഇതിന്റെ ബേസിക് കാര്യം മനസ്സിലാക്കാം. 2026-ൽ യൂട്യൂബ് അൽഗോരിതം പ്രധാനമായും കീവേഡ്സ് മാത്രം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്. മുൻപ് നല്ല കീവേഡ്സ് നൽകിയാൽ വീഡിയോ സെർച്ച് റിസൾട്ടിൽ റാങ്ക് ചെയ്യാൻ സാധ്യത കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ അൽഗോരിതം കൂടുതലായി ശ്രദ്ധിക്കുന്നത് ഓഡിയൻസിന്റെ ബിഹേവിയർ ആണ്. അതായത് ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, CTR എത്രയാണ്, വീഡിയോയിൽ എത്ര സമയം തുടരുന്നു, ഓഡിയൻസിന്റെ അറ്റൻഷൻ നല്ലതാണോ, ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബ് കൂടുതലും നോക്കുന്നത്. ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോയിൽ കൂടുതൽ ക്ലിക്ക് ചെയ്താൽ CTR വർദ്ധിക്കും. ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോയിൽ കൂടുതൽ സമയം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ വൈറൽ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ന് CTRനെ കുറിച്ച് ഇത്രയും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് CTR എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം നോക്കാം. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ആദ്യം ഒരു 50 അല്ലെങ്കിൽ 100 പേരെ കാണിക്കും എന്ന് വിചാരിക്കുക. അതിനുശേഷം എത്ര ആളുകൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു എന്ന് പരിശോധിക്കും. ഉദാഹരണം, യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ഒരു 100 പേരെ കാണിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ 10 പേര് നിങ്ങളുടെ ആ വീഡിയോ ക്ലിക്ക് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ CTR എന്ന് പറയുന്നത് 10% വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അൽഗോരിതം എന്താണ് മനസ്സിലാക്കുക? ഈ വീഡിയോയ്ക്ക് ആളുകൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. അപ്പോൾ യൂട്യൂബ് ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ വൈറൽ ആകുന്നതിൽ തംബ്നെയിലിന് വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ തംബ്നെയിൽ ശരിയായി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കിയതിന്റെ പ്രയോജനം പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കില്ല. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ വീട് അകത്തു നിന്ന് വളരെ മനോഹരമാണെന്ന് കരുതും. പക്ഷേ വീടിന്റെ പുറത്തുള്ള ഗേറ്റ് ഒട്ടും അട്രാക്റ്റീവ് അല്ലെങ്കിൽ അപ്പോൾ പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ആ വീട് നല്ലതാണെന്ന് തോന്നുമോ? അവർ വീടിനകത്ത് കയറിയാൽ മാത്രമേ അതിന്റെ ഭംഗി അവർക്ക് മനസ്സിലാവൂ. അതുപോലെ തന്നെയാണ് വീഡിയോയും. നിങ്ങളുടെ വീഡിയോ വളരെ നല്ലതായിരിക്കാം, പക്ഷേ ഓഡിയൻസ് വീഡിയോ തുറന്ന് കണ്ടാൽ മാത്രമേ അത് അവർക്ക് മനസ്സിലാവൂ. ഓഡിയൻസ് വീഡിയോ തുറക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ തംബ്നെയിൽ അട്രാക്റ്റീവ് ആയിരിക്കണം. ഏത് തരത്തിലുള്ള തംബ്നെയിലുകൾക്കാണ് കൂടുതൽ ക്ലിക്ക് ലഭിക്കും? യൂട്യൂബ് അൽഗോരിതം നോക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: ഓഡിയൻസ് എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഓഡിയൻസിന് നിന്ന് ക്ലിക്ക് ലഭിക്കാൻ കുറച്ച് സൈക്കോളജി അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോയുടെ ടോപ്പിക്ക് യൂട്യൂബിൽ നിന്ന് പണം എങ്ങനെ സമ്പാദിക്കാം എന്നാണെന്ന് കരുതുക. ഇതേ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ തംബ്നെയിലിൽ മുഴുവനായി എഴുതിയാൽ കൂടുതൽ ക്ലിക്ക് ലഭിക്കണമെന്നില്ല. പക്ഷെ അതിനു പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു ഷോക്കിംഗ് ഫേസ് എക്സ്പ്രഷൻ ഉള്ള ഒരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ തംബ്നെയിലിൽ വലിയ സൈസിൽ വെക്കുക. വലിയ ഫേസ് ഓഡിയൻസിന്റെ ശ്രദ്ധ വേഗത്തിൽ പിടിച്ചു പറ്റും. ശേഷം നിങ്ങളുടെ തംബ്നെയിലിൽ ഇങ്ങനെ എഴുതാം: യൂട്യൂബ് ഏണിംഗ് 0 to 1 lakh per month. ഇത്ര മാത്രം എഴുതിയാൽ മതിയാകും. ഈ തംബ്നെയിലിന് സാധാരണ തംബ്നെയിലിനേക്കാൾ കൂടുതൽ ക്ലിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ടോപ്പിക്കിന്റെ എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങളുടെ ടോപ്പിക് അനുസരിച്ച് ഇതേ രീതിയിൽ തംബ്നെയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. തംബ്നെയിലിൽ കൂടുതൽ ടെക്സ്റ്റ് ഇടരുത്. പലരും തംബ്നെയിൽ മുഴുവനായി ടെക്സ്റ്റ് കൊണ്ട് നിറയ്ക്കും. അത് ഒരിക്കലും ചെയ്യരുത്. ഓഡിയൻസ് യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ വളരെ വേഗത്തിലാണ് വീഡിയോസ് നോക്കുന്നത്. അപ്പോൾ കൂടുതൽ ടെക്സ്റ്റ് വായിക്കാൻ അവർക്ക് സമയം ലഭിക്കില്ല. അതുകൊണ്ട് വളരെ കുറച്ച് വാക്കുകളിൽ തന്നെ പ്രധാന കാര്യം നിങ്ങൾ പറയണം. തംബ്നെയിൽ കണ്ട ഉടനെ ഓഡിയൻസിന്റെ മനസ്സിൽ ഒരു ചിന്ത വരണം: ഇതെന്താണ്, ഇതൊന്ന് കണ്ടു നോക്കണം. അതാണ് ഒരു നല്ല തംബ്നെയിലിന്റെ ലക്ഷ്യം. ഫേസ് എക്സ്പ്രഷൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളത്? ഫേസ് എക്സ്പ്രഷൻ നിങ്ങളുടെ തംബ്നെയിലിന്റെ അട്രാക്ഷൻ വളരെയധികം വർദ്ധിപ്പിക്കും. വലിയ ക്രിയേറ്റേഴ്സിന്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഉദാഹരണത്തിന് മിസ്റ്റർ ബീസ്റ്റ് പോലുള്ള ക്രിയേറ്റേഴ്സിന്റെ തംബ്നെയിൽസ് നോക്കുക. ഓരോ തംബ്നെയിലും വ്യത്യസ്ത ഫേസ് എക്സ്പ്രഷൻ ആയിരിക്കും. ഫേസ് വളരെ വലിയ സൈസിൽ കാണിക്കും, എന്നാൽ ടെക്സ്റ്റ് വളരെ കുറവായിരിക്കും. ടെക്സ്റ്റ് വലിയ സൈസിലായിരിക്കും. അതുപോലെ വൈബ്രന്റ് കളർ ഉപയോഗിക്കും. ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് തംബ്നെയിൽ കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത്. നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിന്റെ ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന ഫീച്ചർ ഉപയോഗിക്കണം. ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന് പറഞ്ഞ ഫീച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് 3 വ്യത്യസ്ത തംബ്നെയിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പം ഈ 3 തംബ്നെയിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. യൂട്യൂബ് തന്നെ ഇതിൽ ഏത് തംബ്നെയിലാണ് കൂടുതൽ CTR ലഭിക്കുന്നതെന്ന് പരിശോധിച്ച് കാണിക്കും. നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു 15, 20 അല്ലെങ്കിൽ 30 വീഡിയോയ്ക്കെങ്കിലും ഇങ്ങനെ 3 തംബ്നെയിൽ വീതം തയ്യാറാക്കി ടെസ്റ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ഏത് തരത്തിലുള്ള തംബ്നെയിലിനാണ് കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പതിയെ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 വീഡിയോസിൽ ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്താൽ ഓഡിയൻസിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഏത് കളറാണ് അവർക്ക് ഇഷ്ടം, ഫേസ് എക്സ്പ്രഷൻ ഉള്ള തംബ്നെയിലാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത്, ടെക്സ്റ്റ് എത്ര വാക്ക് വേണം, ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണോ നല്ലത്, ഏത് സ്റ്റൈലിനാണ് കൂടുതൽ CTR ലഭിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനലിറ്റിക്സ് വഴി മനസ്സിലാവും. അതിനുശേഷം ഒരു തംബ്നെയിൽ മാത്രം ഉണ്ടാക്കിയാലും അത് മികച്ചതാക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഓഡിയൻസിന്റെ സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ യൂട്യൂബിൽ ഓഡിയൻസിനെ ശരിയായി മനസ്സിലാക്കിയ ഒരാളുടെ വളർച്ച തടയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ തംബ്നെയിൽ പ്ലാൻ ചെയ്യുക. കുറച്ച് ടെക്സ്റ്റ് മാത്രം ഉപയോഗിക്കുക, നല്ല ഫേസ് എക്സ്പ്രഷൻ ഉപയോഗിക്കുക, വൈബ്രന്റ് കളർ ഉപയോഗിക്കുക, അതുപോലെ ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിക്കുക. അനലിറ്റിക്സ് നോക്കി ഓഡിയൻസിന് എന്താണ് ഇഷ്ടമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവയെല്ലാം ശരിയായി ഫോളോ ചെയ്താൽ നിങ്ങളുടെ CTR തീർച്ചയായും മെച്ചപ്പെടും. CTR കൂടുകയും വീഡിയോയുടെ കണ്ടന്റ് മികച്ചതായിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.